അവിടെ കൊല്ലം മടത്തറ മുനീരുന്നാങ്കാലായിലെ ജനങ്ങൾ കബളിപ്പിക്കപ്പെടാൻ തുടങ്ങിയിട്ട് 10 വർഷം തികയുകയാണ്. നല്ലൊരു റോഡില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രതിസന്ധിക്ക് കാരണം. അങ്ങനെ വർഷങ്ങളായി ദുരിതയാത്രയാണ് അവിടെയുള്ള ആളുകൾക്ക്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ഒരു ഓട്ടോയോ ടാക്സിയോ പോലും ലഭിക്കാത്ത അവസ്ഥയാണ് ഈ മുനീരുന്നാങ്കാലായിൽ എന്നാണ് ജനങ്ങൾ പറയുന്നത്. ആ വാർത്തയിലേക്കാണ് ഇനി. പലതവണ പറഞ്ഞു മടുത്തൊരു വിഷയമാണ്. വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് ഇന്നാട്ടുകാർക്ക് റോഡെന്നത് ഒരു അത്യാവശ്യമായതുകൊണ്ടാണ്. പത്തു വർഷത്തോളമായി ഏക യാത്രാമാർഗമായ റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട ഇവിടുത്തുകാർ മുട്ടാത്ത വാതിലുകളില്ല. എല്ലാം ശരിയാക്കാമെന്ന അധികാരികളുടെ ഉറപ്പിനപ്പുറം പ്രശ്നപരിഹാരം ഉണ്ടാകാത്ത അവസ്ഥയിലാണ് ഈ നാട്ടുകാർ. റോഡിന്റെ മോശം അവസ്ഥ കാരണം കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനും മരണപ്പെട്ടാൽ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനും പിക്കപ്പ് വാഹനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. എല്ലാവരുടെയും പറഞ്ഞു നോക്കി ഓരോ പാർട്ടിക്കാരും ജയിച്ചു പോകും, ശരിയാക്കി തരാമെന്ന് പറയണല്ലാതെ ഈ വഴി ഇതുവരെ ഒരു പുരോഗമനവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു ബൈക്ക് പോലും ഇറങ്ങി വരാൻ, സമാധാനത്തോടെ ഒരു ബൈക്ക് പോലും ഇറങ്ങി വരാൻ പറ്റൂല. അങ്ങനത്തെ രീതിയിലാണ് ഈ വഴി കിടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ആരുടെ പറയണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. റോഡിന്റെ മോശം അവസ്ഥ കാരണം ഓട്ടോ ഉൾപ്പെടെയുള്ള ടാക്സി വാഹനങ്ങൾ ഈ പ്രദേശത്തേക്ക് ട്രിപ്പ് എടുക്കാറില്ല. പ്രശ്നം വാഹനങ്ങൾ വരാൻ മാത്രമല്ല, ഒരു മഴ പെയ്താൽ റോഡിലെ കുണ്ടും കുഴിയും കാരണം കാൽനട യാത്രക്കാർ പോലും കുഴിയിൽ വീഴുന്ന അവസ്ഥയാണ്. ഒരു റോഡിന്റെ മോശം അവസ്ഥ കാരണം ദുരിതത്തിൽ കഴിയുന്നത് ഒന്നും രണ്ടും പേരല്ല, ഒരു പ്രദേശത്തെ 50ഓളം കുടുംബങ്ങളാണ്. ഇവിടുത്തുകാർ അധികാരികളോട് ആവശ്യപ്പെടുന്ന ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള റോഡോ 4 വരി പാതയോ അല്ല. ഇവർക്ക് വേണ്ടതൊരു കൊച്ചു റോഡാണ്. അത്യാവശ്യം വാഹനങ്ങൾ കൊണ്ടുപോകാനും രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനും ഒരു കൊച്ചു റോഡ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ ഈ ആവശ്യം അധികാരികൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. പക്ഷേ ഒരു ഫലവും ഉണ്ടാകുന്നില്ല. നാട്ടിൽ വലിയ വികസനം കൊണ്ടുവരുമെന്ന് പറയുന്ന സർക്കാരും ഇവിടുത്തെ അധികാരികളും ഈ ജനങ്ങളുടെ പ്രശ്നം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എ.വി. ജയശങ്കർ, 24, കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല. അപ്പോൾ ആ മേഖലയിലെ ജനങ്ങൾക്ക് വർഷങ്ങളായി ദുരിതയാത്രയാണ്. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. മെമ്പറിന്റെ അടുക്ക പറഞ്ഞ് നമ്മൾ പഞ്ചായത്തിൽ പോയി പരാതി കൊടുത്ത് ഗ്രാമസഭയിൽ എല്ലാം പോയാലും നമ്മൾ ഈ വഴിയുടെ പ്രശ്നങ്ങൾ പറയണം. പക്ഷെ തിരിഞ്ഞ് ഇതുവരെ നോക്കിയിട്ടില്ല. നമുക്ക് ഒരു ആവത്ത് വന്നു പോയാൽ നമ്മൾ ടിപ്പറിലേക്കാണ് അടിച്ച് ആ മേല് കൊണ്ടുപോകണത്. മെയിൻ്റനൻസ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതുവരെ അതൊന്നും പ്രാബല്യത്തിലായില്ല. ഫണ്ടില്ലെന്നാണ് അവർ പറയണത്. ഇത് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരണമെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ വണ്ടി വിളിച്ചാൽ ഒരു വണ്ടി ഇവിടെ ഇതുവഴി വരത്തില്ല. അവർക്ക് പേടിയാണ് ഇതുവഴി വരാൻ. പിന്നെ കടന്നിറങ്ങി പോകുന്നുണ്ട്. നേരത്തെ നൽകിയ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരണം വരുന്നുണ്ട്. സുബൈർ പറയുന്നത് ഗൾഫുകാരന്റെ വിമാന പ്രശ്നം വരുമ്പോൾ ഒരാളും നാവനക്കില്ല എന്നാണ്. കൂടുതൽ ഗൾഫ് ഫ്ലൈറ്റുകൾ ഉണ്ടായാൽ മാത്രമേ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാകൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല, ആ വിഷയത്തിലും നമ്മൾ ഇടപെടുന്നുണ്ട്. ജനങ്ങളുടെ പ്രതിഷേധം, യാത്രക്കാരുടെ പ്രതിഷേധം, അതൊക്കെ കൃത്യമായി തന്നെ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്.